ഇത് കോൺഗ്രസിന്റെ ഉന്നതങ്ങളിലുള്ള ആൾക്കാരും, ഉന്നതങ്ങളിലുള്ള ആൾക്കാരെന്ന് വെച്ചാൽ നയപരമായി തീരുമാനിക്കേണ്ട, സംഘടനാപരമായി തീരുമാനിക്കേണ്ട ആൾക്കാരും രാഹുൽ മാങ്കുട്ടവുമായി ഉള്ള ഒരു കൂട്ടുകച്ചവടമാണ്. കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു പരസ്പര ധാരണയാണ്. അല്ലെങ്കിൽ പിന്നെ രാജീവ് നടപടി പറഞ്ഞതുപോലെ നടപടി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. എന്ത് നടപടിയാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. എന്ന് മാത്രമല്ല, നടപടി സ്വീകരിച്ചാലും കോൺഗ്രസിന്റെ നേതൃത്വത്തിന് MLS തന്നെ രാജിവെക്കണമെന്ന് പറഞ്ഞാൽ രാജിവെക്കാതിരിക്കുമോ? ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് ഇതൊരു വ്യക്തിപരമായ കാര്യമാണെന്ന് കണ്ടാൽ തന്നെയും ഇത് കോൺഗ്രസിന്റെ ഒരു മുഖമാണ്. ഈ സ്ഥാനമാനങ്ങളിൽ ഇരുന്നുകൊണ്ടാണല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത്. ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. യുവതിയുടെ കയ്യിൽ കിടന്ന ഇപ്പൊ അറസ്റ്റ് ചെയ്ത കേസിൽ യുവതിയുടെ കയ്യിൽ കിടന്ന ആഡംബര വാച്ച് ഊരി വാങ്ങി, ആഡംബര ഷൂസ് ഊരി വാങ്ങി, ആഡംബര ഫ്ളാറ്റ് വാങ്ങി നൽകുവാൻ നിർബന്ധിപ്പിച്ചു. ഇങ്ങനെയൊക്കെയുള്ള എത്ര ഭീകരമാണ്, എത്ര പൈശാചികമാണ്, എത്ര മനുഷ്യത്വരഹിതമാണ്, എത്ര അഹങ്കാരത്തോടുകൂടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ പിൻബലത്തിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തും ഇത്തരം അഹങ്കാരത്തോടുകൂടി എല്ലാവരെയും നിയമത്തെ വെല്ലുവിളിക്കുന്നു, ഒരു ഗവൺമെന്റിനെ വെല്ലുവിളിക്കുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയെ വെല്ലുവിളിക്കുന്നു. ഇതെല്ലാം നടത്തുന്നതിന് ആരുടെ പിന്തുണയാണുള്ളത്? കോൺഗ്രസിന്റെ പിന്തുണ തന്നെയാണ് ഉള്ളത്. കാരണം കർശനമായ നടപടിയിലേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതിപ്പോ ഞാനൊരു സൈക്കോളജിസ്റ്റിനെ പറയാൻ പറ്റുള്ളൂ. അത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വ്യക്തിപരമായ കാര്യമാണെങ്കിൽ തന്നെയും ഇത് പൊതു കാര്യമായി മാറുന്നത് അയാൾ നിയമസഭാ അംഗം എന്നുള്ള നിലയിലുള്ള പ്രശ്നവും ഒരു യുവജന സംഘടനയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും സമുന്നത നേതാവ് എന്നുള്ള നിലയിൽ വരുമ്പോഴാണ് ഇത് പൊതു പ്രശ്നമായി മാറുന്നത്. എന്തുകൊണ്ട് ഇത്രയും ബഹളം ഉണ്ടായിട്ടും പ്രതിഷേധം വന്നിട്ട് കോൺഗ്രസ് ഇതിൽ ഒരു മെല്ലപ്പോക്ക് നയം എടുക്കുന്നു, ഒരു സൗഹാർദ്ദപരമായ നയം എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കോൺഗ്രസിന്റെ മുഖമാണല്ലോ ഇയാൾ. ഇപ്പോ ഇത് ഏതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൽപ്പെട്ട ആൾക്കാരുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നെങ്കിൽ ചില മാധ്യമങ്ങൾ എന്തായാലും. മന്ത്രി വി ശിവൻകുട്ടിയുടെ ആദ്യ പ്രതികരണം വരുന്നു. നിശ്ചയമായും നേരത്തെ സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് കോൺഗ്രസുമായി കണക്ട് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് CPM-ന്റെ നീക്കം. അതിന്റെ സൂചനകൾ കൂടിയാണ് വി ശിവൻകുട്ടി നൽകുന്നത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് തന്നെയാണ് ആരോപണം തിരിച്ചുവിടുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ന്യായീകരണങ്ങൾ അല്പം വിചിത്രമാണെന്ന് തോന്നാം. കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതടക്കമുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹം ഓർക്കാതെ തന്നെയാണ് സംസാരിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും കൃത്യമായി തന്നെ മനസ്സിലാക്കുകയാണ്, അത് കോൺഗ്രസിലേക്ക് തന്നെ വഴി തിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണത്തിനാണ് CPM തയ്യാറെടുക്കുന്നത് എന്നുള്ള ആദ്യ പ്രതികരണം അത് VS ശിവൻകുട്ടിയുടെ ഭാഗത്തുനിന്നാണ് ഉണ്ടായത്.